ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മളൊന്ന് നേരിൽ കണ്ട് സംസാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ നല്ല കേളി, അതേപോലെ നല്ല ഫ്രിസി ആയിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന, അതേപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമൊക്കെയുള്ള വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ ഹെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹെയർ വന്നിട്ട് നല്ല കേളി ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്. ഞാൻ ഒരു 10 ഇയേഴ്സ് മുന്നേ എൻ്റെ മുടി ഒന്ന് സ്മൂത്തൺ ചെയ്തായിരുന്നു. അപ്പോൾ സ്മൂത്തൺ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മുടിക്ക് ഇത്രയും ഫ്രിസിനെസ് ഇല്ലായിരുന്നു. അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ടെക്സ്ചറായിരുന്നു എൻ്റെ മുടിയുടേത്. പക്ഷേ ഈ സ്ട്രെയിറ്റനിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വന്ന മുടിയാണ് എനിക്ക് ഭയങ്കര ഫ്രിസി ആയിട്ടും ഒന്നും കൂടി കേൾനെസ് കൂടിയിട്ട് ഭയങ്കര ഫ്രിസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയറാണ് എനിക്ക് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാമ്പൂ എന്ന് പറയുന്ന സാധനം എൻ്റെ തലയിൽ തൊടാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ 8 വർഷമായിട്ട് എൻ്റെ തലയിൽ ഡാൻഡ്രഫ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു, ഒരുപാട് ടിപ്സ്, ഒരുപാട് പാക്സൊക്കെ ട്രൈ ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ. അത് പാക്സോ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു 2-3 ദിവസം അത് അങ്ങനെ മാറി നിൽക്കും. വീണ്ടും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് പഴയ പോലെ ഡാൻഡ്രഫ് കൂടും. അതിപ്പോൾ അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ മുടിയുടെ ഗ്രോത്ത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ മുടിക്കുള്ള പ്രോബ്ലംസ്, നമ്മുടെ സ്കാൽപ്പിനും മുടിയിലുള്ള പ്രോബ്ലംസ് കണ്ടെത്തി അതാദ്യം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഡാൻഡ്രഫായിരുന്നു. കാരണം ഡാൻഡ്രഫ് കാരണമാണ് എനിക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ ആദ്യം ഡാൻഡ്രഫ് മാറ്റിയാലേ നമുക്ക് ആ മുടി കൊഴിച്ചിൽ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡാൻഡ്രഫ് മാറ്റാമെന്നായിരുന്നു ആദ്യം ഞാൻ നോക്കിയത്. അപ്പോൾ എനിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് എൻ്റെ മുടി ഫ്രിസി ഹെയർ ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കാൽപ്പും ഡ്രൈ ആയിരിക്കാം. ആ ഡ്രൈനെസ് കാരണം വരുന്ന ഡാൻഡ്രഫാണെന്ന് കരുതിയിട്ട് ഞാൻ നല്ല രീതിയിൽ ഓയിൽ തേക്കും കേട്ടോ. അതേപോലെ തന്നെ മുടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ സ്കാൽപ്പിലാണെങ്കിലും മുടിയിലാണെങ്കിലും നന്നായിട്ട് ഞാൻ എണ്ണ തേച്ചാണ് കുളിക്കാറ്. അപ്പോൾ അങ്ങനെ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ ഈ സ്കാൽപ്പിൽ ഈ എണ്ണ നമ്മുടെ മുടിയിൽ ഫ്രിസി ഹെയർ ആയാലും എണ്ണ ഇരിക്കത്തില്ല എങ്കിലും ഈ എണ്ണ അങ്ങനെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇരിക്കും. അപ്പോൾ ഈ സ്കാൽപ്പിൽ ഇരുന്നിട്ട് ഈ ഡസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ട്, കാരണം എണ്ണ ഇരിക്കുമ്പോൾ അതിങ്ങനെ ആ എണ്ണയുമായിട്ട് ഒട്ടിച്ചേർന്നിട്ട് ആ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ടാണ് നമ്മുടെ തലയിൽ താരനുണ്ടാകുന്നത്. സത്യം പറഞ്ഞാൽ ഈ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ ഇത്രയും നാളത്തെ ധാരണ ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ടാണ് ഡാൻഡ്രഫ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓയിൽ തേച്ചാലപ്പം കുറയും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഓയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു, നമ്മൾ ഡാൻഡ്രഫ് എന്ത് കാരണം കൊണ്ട് വരുന്ന ഡാൻഡ്രഫാണെന്ന് കണ്ടുപിടിക്കുന്ന രീതി. അപ്പോൾ ഈ ഓയിലി സ്കാൽപ്പ് കാരണം വരുന്ന ഡാൻഡ്രഫ് ആണെങ്കിൽ ആ ചെറിയ യെല്ലോയിഷ് കളർ കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ എണ്ണമയം കൂടുതലായിട്ട് വരുന്ന ഡാൻഡ്രഫാണെന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫ്രിസി, അത് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിൽ വരുന്നത്, ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് ഇങ്ങനെ പൊടിഞ്ഞിളകുന്ന രീതിയിലായിരിക്കാം നമ്മൾ കാണുന്നത്. അതൊരിക്കലും ഡാൻഡ്രഫ് അല്ല. അത് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചൊറിയുമ്പോൾ പൊടിഞ്ഞിളകുന്നതാണ്. ആ ഒരു വീഡിയോ കണ്ട ശേഷം ഞാനും എൻ്റെ ഈ ഡാൻഡ്രഫ് ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓയിലിൻ്റെ അളവ് കൂടിയിട്ട് വന്ന ഡാൻഡ്രഫാണെന്ന്. പക്ഷേ അപ്പോഴും എനിക്ക് ഓയിൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഫ്രിസി ഹെയർ ആയതുകൊണ്ട് തന്നെ ഷാമ്പു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓയിൽ ഒട്ടും ഇല്ലെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് ഡാൻഡ്രഫ് എങ്ങനെയെങ്കിലും എനിക്ക് തലയിൽ നിന്ന് മാറ്റിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മളെപ്പോഴും നമ്മുടെ മുടിക്ക് വേണ്ടുന്ന ഷാമ്പു കണ്ടീഷണർ കണ്ടെത്തുന്നതാണ്. എൻ്റെത് ഫ്രിസി ഹെയർ ആയതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ ഒരു ഷാമ്പു കണ്ടീഷണർ ആദ്യം ഞാൻ കണ്ടെത്തുമായിരുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് ഞാൻ ഓയിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് ഞാൻ ഓയിലിട്ടിട്ട് മസാജിങ് കൊടുക്കും. മസാജിങ് കൊടുത്ത ശേഷം ഒരു മണിക്കൂർ ഒന്ന് തലയിൽ വച്ച ശേഷമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂ ഇട്ട് നന്നായിട്ട് സ്കാൽപ്പും നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്യും. വാഷ് ചെയ്ത ശേഷം ഒരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷണർ ഫ്രിസി ഹെയറിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് കണ്ടീഷണറെന്ന് എനിക്കത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഷാമ്പൂ ചെയ്ത ശേഷം കണ്ടിന്യൂസ് കണ്ടീഷണർ യൂസ് ചെയ്യണം. അതായത് ഷാമ്പൂ ചെയ്യുമ്പോഴൊക്കെ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ച് നമ്മുടെ മുടിക്ക് വരും കേട്ടോ. അതേപോലെ നമ്മൾ ഷാമ്പൂ ചെയ്യാത്ത ദിവസം തല നനച്ച് കുളിക്കുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ശരിക്കും നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. ഞാൻ ഈ സൈഡിൽ എൻ്റെ നേരത്തെ മുടിയുടെ ആ ഒരു ടെക്സ്ചറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തിരിക്കാം. വീഡിയോസ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ മുടിയുടെ ആ ഒരു ടെക്സ്ചറിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ മുടിയുടെ ടെക്സ്ചറിന് വന്ന കാര്യം. അതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയിൽ കൂടുതലായി ഞാൻ കുളിക്കുന്നതിന് മുന്നേ നല്ല രീതിക്ക് ഓയിലിംഗ് മസാജ് ചെയ്തിട്ട് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ യൂസ് ചെയ്യേണ്ട ഫലം തന്നെ എൻ്റെ തലയിലെ താരം കംപ്ലീറ്റ് ആയിട്ട് മാറി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒട്ടും തന്നെ എൻ്റെ തലയിൽ ഇപ്പോൾ താരനില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. എനിക്ക് ഏറ്റവും കൂടുതൽ താരൻ ഉണ്ടായിരുന്നത് ഈ ക്രൗൺ ഏരിയയിലൊക്കെയാണ് കേട്ടോ. ഇപ്പം
ഒട്ടും തന്നെ എൻ്റെ തലയിൽ താരനില്ല. കംപ്ലീറ്റ് ആയിട്ട് പോയി കേട്ടോ, ഒട്ടും തന്നെ ഇല്ല. മറ്റേ നമ്മൾ ഈ പാർട്ടീഷൻ എടുത്ത ഭാഗത്തൊക്കെ താരൻ്റെ ഈ പൊടിയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ താരൻ്റെ പൊടിയൊക്കെ അങ്ങനെ നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ 2 ആഴ്ചത്തെ എൻ്റെ ഷാമ്പൂ കണ്ടീഷണർ യൂസിന് ശേഷമുള്ള എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ശരിക്കും അതിന് മുന്നേ ഷാമ്പൂ ഉപയോഗിച്ച് കഴിയുമ്പോൾ എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഇങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ ബൗൺസി ആയിട്ട് ഭയങ്കര പൊന്തി ഇങ്ങനെ നിൽക്കും. കേളി ഹെയർ ഉള്ളവർക്കും ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ അത് മനസ്സിലാകും. ഷാമ്പൂ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ മുടി കിടക്കുന്നത്. ശരിക്കും ഷാമ്പൂ വാഷ് കഴിയുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെ അല്ലായിരുന്നു കിടക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു 2-3 വാഷിലൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. നമ്മൾ ആ സാധാരണ പോലെ തന്നെ ഷാമ്പൂ വാഷ് ചെയ്ത് ബൗൺസ് ആയിട്ട് കിടക്കുന്നു. പിന്നെ അത് കണ്ടിന്യൂസ് നമ്മൾ ചെയ്ത് വരുമ്പോൾ, കണ്ടീഷണർ കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറ്റുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നേരത്തെ എൻ്റെ ഫോട്ടോ കണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഞാൻ ഒരു തുള്ളി പോലും എൻ്റെ ഹെയറിൽ എണ്ണ തേച്ചിട്ടില്ല. ഒരു തുള്ളി പോലും ഇല്ല കേട്ടോ. ഒരു തുള്ളി പോലും എണ്ണ ഞാൻ എൻ്റെ ഹെയറിൽ തേച്ചിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇനി കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാമ്പൂ ചെയ്ത മുടിയാണെന്നേ പറയത്തില്ല. അത്രയ്ക്ക് എൻ്റെ ടെക്സ്ചറിന്, മുടിയുടെ ടെക്സ്ചറിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതൊരു കാര്യമാണെങ്കിലും, അതിപ്പോൾ മുടിക്കെന്നല്ല സ്കിന്നെന്നല്ല, ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ 1-2 ഉപയോഗം കൊണ്ട് നമുക്കൊരിക്കലും റിസൾട്ട് കിട്ടത്തില്ല. അത് കണ്ടിന്യൂസ് ഉപയോഗിച്ച് വരുമ്പോഴേ നമുക്കത് റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ മുടി ഇങ്ങനെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരുമ്പോൾ, ചില ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഈ മിക്ക ഫംഗ്ഷൻസൊക്കെ പോകുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് CG മെത്തേഡ്, കേളി ഗേൾ മെത്തേഡ്. CG മെത്തേഡ് ഇപ്പോൾ ഒരുപാട് പേർക്കറിയാം. കേളി ഹെയർ ഉള്ളവരൊക്കെ ഇപ്പം മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള, മിക്കവരും മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ചെയ്യുന്നൊരു കാര്യമാണ് CG മെത്തേഡ്. ഈ CG മെത്തേഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹെയറൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ വേറൊരു ഇതെന്ന് പറയുന്നത് ഇച്ചിരി ടൈം നമ്മൾ മാറ്റി വെക്കണം. അതേപോലെ തന്നെ അതിനനുസരിച്ച് പ്രോഡക്ട്സും വേണം. അപ്പോൾ എനിക്ക് ടൈം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് CG എപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഈ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് CG ചെയ്തൊരു ഇടയ്ക്ക് ഞാൻ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ CG ചെയ്തപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ സൈഡിലൊന്ന് കൊടുത്തിരിക്കാം. ഈ CG മെത്തേഡ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഹെയർ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഡാൻഡ്രഫ് മാറ്റിയാലേ നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡാൻഡ്രഫ് ആദ്യം മാറ്റുക എന്നുള്ളതും നമ്മുടെ ഹെയറിൻ്റെ പ്രോബ്ലം കണ്ടെത്തണം. അപ്പോൾ ഞാൻ എൻ്റെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുത്തു. അതേപോലെ തന്നെ ചെറുതായിട്ട് എൻ്റെ ഹെയർ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പോൾ ഹെയർ ഫോൾ കൺട്രോളായി, ഡാൻഡ്രഫ് മാറി, ഹെയർ ഫോൾ കൺട്രോളായി. അപ്പോൾ ഇനി നമ്മൾ വേറെ ടിപ്സോ കാര്യങ്ങളോ, അതായത് ഹെയർ ഗ്രോത്ത് ടിപ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ മുടി വളരുന്നുണ്ടോ എന്നെനിക്ക് പരീക്ഷിക്കണം. ഇല്ല എങ്കിൽ മാത്രം ഹെയർ ഗ്രോത്തിനുള്ള ടിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ ഫ്രിസിയും കേളി ആയിട്ടുള്ള ഹെയർ ഉള്ളവർ ഈ ഒരു രീതി ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. ഉറപ്പായി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ മുടിക്ക് അനുയോജ്യമായ ഷാമ്പൂ കണ്ടീഷണർ കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ ഏത് ഷാമ്പൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ല. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.